എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നൊരു ചട്നി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ തേങ്ങയും ഉള്ളി ഉപയോഗിച്ചിട്ടാണ് ചട്നി ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ നിലക്കടല വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക, അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/3 കപ്പ് നിലക്കടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പച്ചക്കടലയാണ്, നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം മുളകൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുവന്ന മുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 എണ്ണമാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 6-7 വരെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുളക് നന്നായിട്ട് ഫ്രൈ ആയി വന്നു. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ നിലക്കടല ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമ്മളൊരു 1/3 കപ്പ് നിലക്കടലയാണ് എടുത്തത്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറേ നേരം ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പച്ചച്ചോയ മാറുന്ന വരെ ചെയ്താൽ മതി. കടല നന്നായിട്ട് ഫ്രൈ ആയി വന്നു. നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം പുളി, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചുവന്ന മുളക്, ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം, കടല ചൂടാറിയ ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കട്ടിയിലാണ് അരച്ചെടുത്തത്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കട്ടി വേണോ ചട്നി അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് ഒരു നുള്ള് കായം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അതൊരു സ്വാദിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെങ്കിൽ, ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടില്ല. അതും കൂടി ചേർത്ത് നമ്മളുടെ ചട്നിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. ദോശേൻ്റെ, ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. സ്പെഷ്യലി ഇഡ്ഡലീൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. കാരണം ചെറിയ പുളിയും എരിവും എല്ലാം കൂടിയുള്ള നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക്